കക്കോടിയിൽ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടും സ്പൈഡർനെറ്റ് ക്യാമറമാൻ CP അനൂപിനെ മർദ്ദിച്ച് ക്യാമറ തല്ലി തകർത്തതുമായി ചേവാർ പോലീസ് 50ഓളം CPM പ്രവർത്തകരുടെ പേരിൽ കേസെടുത്തു. ജമാഅത്തെ ഇസ്ലാമിയും CPM-ഉം രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ പേരിൽ മലബാറിൽ നേരിട്ട് ഏറ്റുമുട്ടിയ ആദ്യ സംഭവം എന്നും പ്രശ്നത്തെ കാണുവാൻ സാധിക്കും. ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കുവാൻ സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് റസാഖ് പാലേരി, കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA സിറാജ് എന്നിവർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ആദ്യം തന്നെ റസാഖ് പാലേരി, സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ? കേൾക്കുന്നുണ്ട്. കക്കോടിയിലെ സംഭവം നടക്കുമ്പോൾ താങ്കളും ഉണ്ടായിരുന്നു സംഘാടകന്റെ റോളിൽ. ഞാൻ പൊതുസമ്മേളനത്തിൽ ഒരു പ്രഭാഷകനായി പങ്കെടുത്തിരുന്നു. ഉദ്ഘാടന പ്രഭാഷണത്തിന് ശേഷം പ്രസംഗിക്കുവാനുള്ള അവസരത്തിന്റെ തൊട്ടുമുമ്പായിട്ടാണ് വളരെ ആസൂത്രിതമായ CPM-ന്റെ നേതൃത്വത്തിലുള്ള ആക്രമണം അവിടെ ഉണ്ടായത്. റസാഖ് പാലേരി, ജമാഅത്തെ ഇസ്ലാമിയും CPM-ഉം തമ്മിലുള്ള മുൻകാലത്തെ സുഹൃത്ബന്ധം വളരെ പ്രസിദ്ധമാണ്. അക്കാര്യം താങ്കൾക്കടക്കം അറിയാവുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ കഥ മാറി, സൌഹൃദം ശത്രുതയ്ക്ക് വഴിമാറി. ചോദിച്ചോട്ടെ, കക്കോടിയെപ്പോലെയുള്ള ഒരു CPM കേന്ദ്രത്തിൽ മറ്റൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ജമാഅത്തെ വേദിയൊരുക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നേരത്തെ നിങ്ങൾക്കറിയാമായിരുന്നു? അതും ജനകീയ മുന്നേറ്റത്തിന് കാരണമാകുമെന്ന് നിങ്ങൾ കണക്കുകൂട്ടി? അല്ലെങ്കിൽ ഇത്തരം സാഹചര്യത്തിൽ പാലിക്കേണ്ട സംയമനം അടക്കമുള്ള തന്ത്രങ്ങൾ നിങ്ങൾ പാലിച്ചില്ല? യഥാർത്ഥത്തിൽ അതല്ലേ പ്രശ്നങ്ങൾക്ക് കാരണമായത്? റസാഖ് പാലേരി, കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ജനകീയ മുന്നണികൾ രൂപീകരിച്ചിട്ടുണ്ട്. സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥകളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ജനങ്ങളാണ് അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ നേരത്തെ തന്നെ കക്കോടിയിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും നിരവധി ആളുകളുടെ പിന്തുണയോടുകൂടെയാണ് ജനകീയ മുന്നണി രൂപീകരിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് എന്ത് ഒരുക്കമാണ് അവിടെ നടത്തേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. സാമാന്യമായി സാധാരണ ജനാധിപത്യ കേരളത്തിൽ പാലിക്കേണ്ട എല്ലാ മര്യാദകളും പാലിച്ച് ആണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ജനകീയ മുന്നണിയുടെ നോട്ടീസിൽ ഏവർക്കും സ്വാഗതം എന്ന് അച്ചടിക്കുന്നു. അതിൽ എല്ലാ വിഭാഗക്കാരും എത്തുന്നു. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിവാദ പരാമർശം നടത്തുന്നു. അപ്പോൾ പ്രശ്നമുണ്ടാവുക സ്വാഭാവികം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ വിഷയത്തിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും കരുതിയാൽ അതിൽ തെറ്റു പറയാൻ സാധിക്കുമോ? നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പരിപാടി വെക്കുമ്പോൾ എല്ലാവരെയും പോസ്റ്റർ അടിക്കുകയും ബാനർ വെക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ CPIM-ന്റെ പ്രവർത്തകർ അവിടെ കടന്നിരിക്കുന്നു. കേരളത്തിലുടനീളം പഞ്ചായത്ത് രാജിന്റെ വിശകലനങ്ങളാണ് ഞങ്ങൾ നടത്തിയത്. ത്രിതല പഞ്ചായത്തിലൂടെ ഗ്രാമങ്ങൾക്ക് ലഭിക്കേണ്ട സൌകര്യങ്ങൾ, അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരുടെ ഉത്തരവാദിത്വം, ഗ്രാമസഭകളുടെ പ്രാധാന്യം. കക്കോടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെയോ സംഘടനകളെയോ പേരെടുത്ത് വിശകലനം ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടായിട്ടില്ല. അപ്പോൾ CPIM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പരിപാടി നടക്കുന്ന ഹാളിൽ കയറിയിരിക്കുന്നു. അതിന് രാജേന്ദ്രൻ വൈസ് പ്രസിഡന്റാണ്, രാമദാസൻ വാർഡ് മെമ്പറാണ്. ഇവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ കടന്നിരിക്കുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സിറാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുറത്ത് കമ്പടിച്ചിരിക്കുന്നു. ഇവർ എല്ലാവരും കൂടി വളരെ ആസൂത്രിതമായി നേരത്തെ പ്ലാൻ ചെയ്ത ആക്രമണ പരിപാടിയാണ് നടത്തിയത്. ഇത് ജനാധിപത്യ കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് ആണ് എന്നാണ് എന്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായം. എനിക്ക് പ്രത്യേകിച്ച് ഹിഡൻ അജണ്ടകൾ ഇല്ല. ഈ പരിപാടിയുടെ വിജയം, അഥവാ ജനകീയ മുന്നണിയുടെ വികസന മുന്നണിയുടെ വിജയം ജനപിന്തുണയുള്ളത് വർഷങ്ങളായി പഞ്ചായത്തിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. MA സിറാജ്, കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, താങ്കളോടാണ് ചോദ്യം. കക്കോടിയെപ്പോലെയുള്ള ഒരു ഇടതുകോട്ടയിൽ മറ്റൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കളമൊരുങ്ങുന്നു. അക്കാര്യത്തിലുള്ള അതൃപ്തിയും അസഹിഷ്ണുതയുമല്ലേ യഥാർത്ഥത്തിൽ കക്കോടിയിലെ സംഘർഷത്തിന് പിന്നിൽ? രാഷ്ട്രീയ ധ്രുവീകരണത്തിനോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ടുന്ന അവസ്ഥയൊന്നും CPM-നെ സംബന്ധിച്ചോ കക്കോടിയിലെ സംബന്ധിച്ചിട്ടോ ഇല്ല. കാരണം അത്തരത്തിലുണ്ടാവുന്ന ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ട് എന്ന് പോലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇന്നലെ സംഭവിച്ചത് ആസൂത്രിതമായിട്ടുണ്ടാവുന്ന ചില ശ്രമങ്ങളാണ്. ഇവർ സോളിഡാരിറ്റിയുടെയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയോ പേരിലല്ല ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. ജനകീയ വികസന മുന്നണി എന്ന രീതിയിൽ ജനങ്ങളെ ക്ഷണിക്കുകയും അതിനകത്ത് ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് ന്യായമായി വന്ന സംശയങ്ങൾക്ക് മറുപടി പറയാനോ വിശദീകരിക്കാനുണ്ടാകുന്നോ അവസരങ്ങൾ നൽകാതിരിക്കുകയും ചെയ്തതാണ് ഇന്നലെ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. അതിൽ യാതൊരു അസഹിഷ്ണുതയും കാര്യങ്ങളില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മോശമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടാവുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ മറ്റേതെങ്കിലും പ്രവർത്തകരുടെയോ യോഗങ്ങളിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് CPM ശ്രമിച്ചിട്ടുമില്ല.
എം എസ് സിറാജ്, കഴിഞ്ഞ 10 വർഷക്കാലമായി താങ്കളുടെ പഞ്ചായത്തിൽ വേരുറപ്പിച്ച് ജില്ലയിലെ ദൃശ്യമാധ്യമ രംഗത്ത് നിഷ്പക്ഷ പ്രവർത്തനം നടത്തിവരുന്ന സ്പൈർനെറ്റിന്റെ ക്യാമറമാനെ അക്രമ സംഘം മർദ്ദിച്ചു, ക്യാമറ തല്ലി തകർത്തു. അയാൾ ഇപ്പോഴും ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്ത് ന്യായീകരണമാണ് താങ്കൾക്ക് ഇക്കാര്യത്തിൽ അറിയിക്കാനുള്ളത്? പത്രമാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന കടന്നാക്രമണങ്ങൾ ഒരു തരത്തിലും ഞങ്ങൾ ന്യായീകരിക്കുകയോ ശരിയാണ് എന്ന് പറയുകയോ ചെയ്തില്ല. പക്ഷെ സംഘർഷം ഉണ്ടാവുന്ന സ്ഥലത്താണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ സംഘർഷത്തിൽ ഈ പത്രമാധ്യമങ്ങളെ തല്ലിത്തകർക്കുക എന്നുണ്ടാവുന്നത് CPM-കാരാണ് ചെയ്തത് എന്ന് അവർ പോലും പറഞ്ഞിട്ടില്ല. ആരാണ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ചെയ്തവർ ശരിയായ ഒരു നടപടിയുമല്ല. ഒരുപക്ഷെ ഞാൻ സംശയിക്കുന്നത് വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതിന് വേണ്ടി ഇതിൽ ആ യോഗത്തിൽ പങ്കെടുത്തുണ്ടാവുന്ന യോഗത്തിന്റെ ആളുകൾ തന്നെയായിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവുന്നത്. എം എസ് സിറാജ് ഇടപെടുന്നതിൽ ക്ഷമിക്കണം. സ്പൈർനെറ്റ് ക്യാമറമാൻ അനൂപ് ഈ നാട്ടുകാരൻ തന്നെയാണ്. തന്നെ വളഞ്ഞിട്ടും മർദ്ദിച്ചവരെയും ക്യാമറ നശിപ്പിച്ചവരെയും അയാൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അതിൽ ഒരു ജനകീയ മുന്നണി പ്രവർത്തകനോ സോളിഡാരിറ്റിക്കാരനോ ഇല്ല. മുഴുവനും CPM പ്രവർത്തകർ തന്നെയായിരുന്നു. എന്താണ് മറുപടി? സ്വാഭാവികമായും സംഘർഷ പ്രദേശത്ത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു സംഘർഷ പ്രദേശത്തുണ്ടാകുന്ന സ്വാഭാവികമായ ചില പ്രതികരണങ്ങളുണ്ട്. അത് അതിൽ കടന്നിട്ടുണ്ട്. വാർത്താമാധ്യമങ്ങളെ ആക്രമിച്ചിട്ടുണ്ടോ എന്നുണ്ടാവുന്നത് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കേണ്ടുന്ന ഒരു ചുമതലയും CPM-ന്. ഏറ്റവും അവസാനമായി എം എസ് സിറാജ്, താങ്കളോട് CPM പോലെയുള്ള ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടി, കേരളത്തിൽ ഇന്ന് കാണുന്ന നിരവധി മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള പാർട്ടി, ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ വഴി പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു പുനർചിന്തയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു തിരുത്തൽ വേണമെന്ന് കരുതാനാകുമോ? ഇതിനകത്ത് തിരുത്തലുള്ള ഈ രീതിയിൽ നിങ്ങൾ ഉന്നയിക്കപ്പെട്ട രീതിയിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. ഇവിടെയാണ് ആളുകളെ വിളിച്ചു വരുത്തി അവർ കള്ളരാണ് എന്ന് പൊതുസമൂഹത്തിന് മുമ്പാകെ പറയുകയും അവർക്ക് പറയാനുണ്ടാകുന്ന കാര്യങ്ങൾ പറയാൻ അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ന്യായമായ ഒരു പ്രവർത്തനമാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്, പൊതുയോഗങ്ങൾ നടത്താറുണ്ട്. അവിടെയൊന്നും ഇത്തരം ആരോപണങ്ങളെ അപശ്രുതാപരമായി നേരിടുന്ന സമീപനങ്ങൾ CPM-ന്റെ ഭാഗത്തുണ്ടായിട്ടില്ലല്ലോ. മറിച്ച് വിളിച്ചു വരുത്തുകയും അതൊരു ജനകീയ പരിവേഷം എന്നുണ്ടാവുന്ന രീതിയിൽ വിളിച്ചു വരുത്തിയ യോഗത്തിനകത്ത് നിന്ന് കാര്യങ്ങളെ വഷളാക്കുന്ന സമീപനം കൊണ്ടുവന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ അടിസ്ഥാനപരമായ കാരണം. അത് യാതൊരു അപരിഷ്കൃതയുടെയും കാര്യമില്ല. അത് അവർ ബോധപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ജനകീയ വികസന മുന്നണിയുടെ വക്താക്കളായി നിൽക്കുന്ന സോളിഡാരിറ്റി പ്രവർത്തകർ പെരുമാറിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായ പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വളരെയധികം നന്ദി എം എസ് സിറാജ്, കക്കോടി പഞ്ചായത്ത് അധ്യക്ഷൻ, ഒപ്പം തന്നെ റസാഖ് പാലേരി, സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ്, പ്രതികരണങ്ങൾ അറിയിച്ചതിന്. മറ്റു വാർത്തകളിലേക്ക്.